ഇന്ന് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലുള്ള എവിടെയായിരുന്നാലും അവർ രാമായണ മാസം ആചരിക്കുന്ന ദിവസമാണ്. പഴയകാലത്തെ തണുപ്പിൻ്റെയും പഞ്ഞമാസത്തിൻ്റെയും ഒക്കെ കണക്കെടുക്കുമ്പോൾ രാമായണ മാസം ദുരിതത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും രോഗത്തിൻ്റെയും ഒക്കെ ഒരു കാലമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഇന്നിപ്പോൾ ആളുകളുടെ കയ്യിൽ കുറേ പണമുണ്ട്, രോഗാതുരതയൊക്കെ മാറുന്നുണ്ട്, ചികിത്സാ സൗകര്യങ്ങളുണ്ട്. എങ്കിൽ പോലും ആ രാമായണ വായന ഒരു കാരണവശാലും ഒഴിവാക്കിയിട്ടില്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടെ എന്നേ വരൂ. അവരവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവരവർ തന്നെ അനുഭവിച്ചേ കഴിയൂ എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതിഹാസ കഥയിലൂടെ, രാമായണത്തിലൂടെ വാൽമീകി രത്നാകരൻ എന്ന വേട്ടക്കാരൻ്റെ കാട്ടാളൻ്റെ ഭാര്യയെ കൊണ്ട് പറയിക്കുന്നു. എത്ര മനോഹരമാണ് ഭാരതത്തിൻ്റെ ആ ആർഷഭാരത സംസ്കാരത്തിൻ്റെ തുടക്കം. ഒരുപക്ഷെ വേദങ്ങളും ഉപനിഷത്തുകളും ആരണ്യകങ്ങളും പുരാണങ്ങളും എല്ലാം വന്നതിന് ശേഷം അതിലൊന്നും മാനവരാശിയെ പിടിച്ചു കെട്ടാൻ കഴിയാതിരുന്നപ്പോൾ വന്ന അതിബൃഹത്തായ പരമ്പരയാണ് ഇതിഹാസങ്ങൾ. മഹാഭാരതമായാലും ഭാഗവതമായാലും അതുപോലെ തന്നെ രാമായണമായാലും. രാമൻ്റെ അയനമാണ് രാമായണം എന്ന് പറയാറുണ്ട്. ആരാണ് രാമൻ? അത് കേവലം ഒരു മനുഷ്യനാണോ? അതോ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പറയുന്ന പോലെ അത് അവതാര പുരുഷനാണോ? ദശാവതാരങ്ങളിൽ ഒരു അവതാര പുരുഷനാണോ? നമ്മെ സംബന്ധിച്ച് നാം ചിന്തിക്കേണ്ടത് രാമൻ എന്ന് പറയുന്ന ഒരു സ്വത്വമാണ്. അതൊരു ചിന്തയാണ്. മനുഷ്യൻ്റെ മനസ്സിലെ നന്മയുടെ പ്രതീകമാണ്. സത്യത്തിൻ്റെ, നീതിയുടെ, കാരുണ്യത്തിൻ്റെ, ദയയുടെയൊക്കെ ഒരു പ്രതീകമാണ് രാമൻ എന്ന് പറഞ്ഞാൽ അത് ദേവാസുരത്തിൻ്റെ ദേവഗണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മനുഷ്യരിൽ അസുരഗണവും ദേവഗണവും ഉണ്ട്. രണ്ട് ഗുണങ്ങളിൽ എപ്പോഴും ദേവഗുണമാണ്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളാണ് മുന്നിൽ നിൽക്കേണ്ടത്. നെഗറ്റീവായിട്ടുള്ള ഗുണങ്ങളെ പിന്നിൽ നിർത്തണം, അധമവികാരങ്ങളെ പിന്നിൽ നിർത്തണം. അത് ഉയർന്നു വരാൻ സമ്മതിക്കരുത്. അത്തരത്തിൽ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക്, അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, അസഹിഷ്ണുതയിൽ നിന്ന് സഹിഷ്ണുതയിലേക്ക്, സഹകരണമില്ലായ്മയിൽ നിന്ന് സഹകരണത്തിലേക്ക്, രാഹിത്യത്തിൽ നിന്ന് കാരുണ്യത്തിലേക്ക്, ദയാവായ്പിലേക്ക്, അങ്ങനെ പറയുമ്പോൾ മാനവരാശിയുടെ ഹിംസയിൽ നിന്ന് അഹിംസയിലേക്ക്, മാനവരാശിയുടെ മൊത്തം മോചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചിന്താ പദ്ധതിയാണ് രാമായണം. എന്തിനാണ് കാട്ടാളനായ രത്നാകരൻ വാൽമീകത്തിൽ ഇരുന്ന് വാൽമീകിയായി മാറിയതിനു ശേഷം ഇത് എഴുതിയത്? അതിൽ നാരദമുനി എന്തിനവിടെ വരുന്നു? മഹാവിഷ്ണുവിൻ്റെ രംഗപ്രവേശം എന്താണ്? അയോധ്യ എങ്ങനെ വരുന്നു? ഇങ്ങനെ എല്ലാം വരുന്നത്, ഈ കഥാസാഗരങ്ങളൊക്കെ വരുന്നത് മനുഷ്യനെ മാനവനാക്കാനാണ്. ഉണ്ടും ഉടുത്തും ഉറങ്ങിയും സന്താനോത്പാദനം നടത്തിയും ലൈംഗിക ആസ്വാദനം നടത്തിയും കഴിഞ്ഞിരുന്ന മനുഷ്യർക്ക് അവരെ മാനവരാക്കിയത്, അവരെ ചിന്തിപ്പിച്ചത്, കേവലം ശരീരത്തിനപ്പുറം മനസ്സുണ്ടെന്ന്, ജീവനുണ്ടെന്ന്, ആത്മാവുണ്ടെന്ന്, പരമാത്മാവുണ്ടെന്ന് ഇങ്ങനെ തുടങ്ങി ഒരുപാട് അന്വേഷണങ്ങളിലേക്ക് മാനവരാശിയെ കൊണ്ടുപോയത്. അങ്ങനെ വലിയ ശാസ്ത്ര ഗവേഷകന്മാർ നടത്തുന്നതിനേക്കാൾ വലിയ ശാസ്ത്രാന്വേഷണം നടത്തിയ കാലഘട്ടത്തിലാണ് രാമൻ്റെ കഥാപാത്രം വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ രാമായണം എന്ന് പറയുന്നത് കേവലം ഒരു രാജാവിൻ്റെയോ ദശരഥ മഹാരാജാവിൻ്റെയോ സൂര്യവംശത്തിൽപ്പെട്ട ദശരഥ രാജാവിൻ്റെ മഹാരാജാവിൻ്റെയും ഭാര്യമാരുടെയും മക്കളുടെയും കഥയല്ലത്. അത് രാവണനെ കൊന്ന കഥയല്ല. ജനകൻ്റെ മകളൊരു സീതപ്പെണ്ണ്, അവൾക്കല്ലോ രാമൻ പുടവ കൊടുത്തു, അവളെയല്ലോ രാവണൻ കട്ടുകൊണ്ട് പോയി, അതിനല്ലോ രാമൻ ലങ്ക ചുട്ടു എന്ന് പറയുന്ന 4 വരിയിൽ നാടോടികൾ രാമായണം വായിക്കും, രാമായണ കഥ പറയും. ശരിയാണല്ലോ, ജനകൻ്റെ ഒരു മകളാണല്ലോ സീത. ആ സീതയാണല്ലോ രാമൻ പട്ടാഭിഷേകം അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിക്കുന്ന രാമൻ, ആ സീതയാണ് രാവണൻ തട്ടിക്കൊണ്ട് ലങ്കയിലേക്ക് പോകുന്നത്. അതിനെയാണ് ലങ്ക ചുട്ട് തിരിച്ചു. ഈ 4 കഥാസന്ദർഭമല്ലേ രാമായണത്തിലുള്ളൂ. പക്ഷേ ഈ കഥാസന്ദർഭത്തിലൂടെ രാമനിലൂടെ, ഭരതനിലൂടെ, ലക്ഷ്മണനിലൂടെ, കൈകയിലൂടെ, ഊർമിളയിലൂടെ, എല്ലാവരിലൂടെയും, മന്ദരയിലൂടെയൊക്കെ രാമായണം നമ്മോട് പറയാൻ ശ്രമിക്കുന്നത് ഈ കാലഘട്ടത്തിൽ മന്ദരമാരുണ്ട്, കൈകേയിമാരുണ്ട്, ദശരഥന്മാരുണ്ട്, രാമന്മാരുണ്ട്, സീതമാരുണ്ട്, ലക്ഷ്മണന്മാരുണ്ട്, വാനരസേനയുടെ ഹനുമാനുണ്ട്. ഹനുമാനും പാദപൂജ ചെയ്യുന്ന രാമനെ നമുക്ക് കാണാം. തിരിച്ച് രാമന് പാദപൂജ ചെയ്യുന്ന ഹനുമാനെ നമുക്ക് കാണാം. വളരെ പാരസ്പര്യത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നിമിഷങ്ങൾ കൊണ്ട് ജീവിതം സാർത്ഥകമാക്കാൻ, പൂർണ്ണതയിലെത്തിക്കാൻ ജന്മജന്മാന്തരങ്ങൾ ചെയ്യുന്ന പാപപുണ്യ കർമ്മങ്ങൾക്കപ്പുറമുള്ള വലിയ ഒരു സാധ്യതയാണ് തുറന്നു തരുന്ന രാമായണം.
അതുകൊണ്ടാണല്ലോ ജനകോടികൾ ഇത് വായിക്കുന്നത്, ഇത് പ്രചരിപ്പിക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ എതിർത്താലും, എത്ര യുക്തിവാദം പറഞ്ഞാലും, എന്തെല്ലാം ശാസ്ത്രം വന്നിട്ടും രാമായണം അനവരതം അനുസ്യൂതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അത് കോടാനുകോടി ആളുകളുടെ മനസ്സിനെ മതിക്കുവാൻ, മനസ്സിനെ പ്രചോദിപ്പിക്കുവാൻ, മനസ്സിൽ അവരുടെ നന്മ കൊണ്ടുവരാൻ വലിയ സാധ്യതയാണുള്ളത്. ഇന്ന് സന്ധ്യ നേരത്ത് ഹൈന്ദവ ഭവനങ്ങളിലെല്ലാം, കുറേ മുസ്ലിം ഭവനങ്ങളിലും ക്രിസ്ത്യൻ ഭവനങ്ങളിലും ഒക്കെ ഇത് വായിക്കുന്നു എന്നാണ് അറിയുന്നത്. എല്ലായിടത്തും രാമായണ പുസ്തകം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ വായിക്കും. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിന്തയാണ് രാമനിലൂടെ വാൽമീകി ലോകത്ത് വെക്കുന്നത്. രാമൻ എന്ന് പറയുന്നത് ഒരു സത്യമാണ്, വെളിച്ചമാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ചിന്തയാണ്, ചിന്താ പദ്ധതിയാണ്. അതൊരു സ്വത്വബോധമാണ് മനുഷ്യൻ്റെ. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സാണ് അയോധ്യ. അവിടെയാണ് രാമനുള്ളത്, അവിടെയാണ് ലക്ഷ്മണനുള്ളത്, അവിടെയാണ് പിന്നെ ഹനുമാനുള്ളത്, അവിടെയാണ് ലങ്കയിലുള്ള എല്ലാവരും ഉള്ളത്. സകലതും നമ്മുടെ മനസ്സിലാണുള്ളത്, തലച്ചോറിലാണുള്ളത്. അപ്പോൾ ഇതിലെ രാവണനുള്ളതും നമ്മുടെ മനസ്സിലും തലച്ചോറിലും. നമുക്ക് 10 തലയുള്ള ചിന്തകൾ വരും, അതിൽ ദുഷ്ടചിന്തകളാ കയറി വരും. പക്ഷെ ഒരൊറ്റ തല കൊണ്ടുള്ള നന്മ ചിന്ത മതി 10 തലയുള്ള ദുഷ്ടചിന്തയെ മാറ്റാൻ എന്നൊക്കെ പറയുന്ന വലിയ കാഴ്ചപ്പാടാണ് രാമായണം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ആബാലവൃദ്ധ ജനങ്ങളും അതിലെ കാഴ്ചപ്പാട് പഠിക്കണം. അല്ലാതെ മറ്റൊരു കാര്യവും ചിന്തിച്ചിട്ടോ രാമൻ സീതയെ ഉപേക്ഷിച്ചത് എന്തിനാണെന്നൊക്കെ ചോദിച്ച് കേവല മനുഷ്യബന്ധങ്ങളെ മാത്രം ചർച്ച ചെയ്യുന്നതിനപ്പുറം എന്തിനാണ് രാമൻ എന്ന കഥാപാത്രത്തെ ഇങ്ങനെ അവതരിപ്പിക്കുന്നത്? രാമനിലൂടെ ഒരു മനുഷ്യൻ ജന്മമെടുക്കുന്ന ഒരാളിന്, അത് സ്ത്രീ ആയാലും പുരുഷനായാലും കുട്ടിയായാലും വലുതായാലും, ഒരു മനുഷ്യ ജന്മമെടുക്കുന്ന ആളിന് സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ പറ്റുമെന്നുള്ളതിൻ്റെ അന്വേഷണമാണ് മഹാഭാരതവും രാമായണവും ഒക്കെ നമുക്ക് നൽകുന്നത്. അപ്പോൾ ആ നിലയിൽ വളരെ ഗൗരവമായി ഏതെല്ലാം അറ്റം വരെ നമുക്ക് പോകാൻ പറ്റും, സത്യത്തിന് വേണ്ടി നിലനിൽക്കുക. ഗാന്ധിജിയൊക്കെ അതിൻ്റെ ജീവിച്ചിരിക്കുന്ന വലിയ ഉദാഹരണമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെ പോകാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തയാണ് രാമായണം നമുക്ക് നൽകുന്നത്. അതിലെ സന്ദേശം നമ്മൾ എടുക്കുക, അല്ലാതെ അതിൻ്റെ കഥയും കഥാസാഗരവും കഥാതന്തുക്കളും കഥയുടെ സന്ദർഭങ്ങളും എടുത്ത് അതിൻ്റെ ന്യായാന്യായങ്ങളിലേക്ക് പോകാതെ വ്യംഗ്യന്തരേണ, വാച്യന്തരേണ, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ലൈൻ, വരികൾക്കിടയിൽ രാമൻ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്, വാൽമീകി നൽകുന്ന സന്ദേശം എന്താണ്? മാപ്പിള രാമായണം മുതൽ അധ്യാത്മരാമായണം മുതൽ 350-400 ഭാഷകളിൽ, രീതികളിലൊക്കെ രാമായണം എഴുതിയിട്ടുണ്ട് ലോകത്താകെ. മാപ്പിള രാമായണമൊക്കെ ഉണ്ട്. അപ്പോൾ അത്രമാത്രം ലോകത്തെ സ്വാധീനിച്ച ഒരു കൃതി, ഒരു ആദികാവ്യം എന്നുള്ള നിലയിൽ രാമായണത്തെ നാം ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. കൽപ്പാന്തകാലം കടന്നുപോയിട്ടും വളരെ ഉച്ചസ്ഥൈര്യം ഉദ്ഘോഷിച്ചുകൊണ്ട് തന്നെ ജനങ്ങൾ രാമായണം വായിക്കുന്നു. അവർക്കതിൽ ഒരു വലിയ സന്തോഷം കിട്ടുന്നു, ഉന്മാദ ലഹരി പോലെ അവർക്ക് ജീവിതത്തെ മാറ്റി തീർക്കുവാനുള്ള ഒരുപാട് സന്ദേശങ്ങൾ കിട്ടുന്ന മഹാകാവ്യമാണ്, ഇതിഹാസമാണ് രാമായണം. അതുകൊണ്ടാണല്ലോ ജനകോടികൾ ഇത് കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും അവർ നെഞ്ചേറ്റുന്നതും അവർ എല്ലാവരും ഇത് വായിക്കുവാൻ സമയം കണ്ടെത്തുന്നതും.